2005 ഏപ്രിൽ മാസം നോക്കിയ പുറത്തിറക്കിയ ആദ്യത്തെ എൻ സീരീസ് ഫോണുകളിൽ ഒന്നാണ് നോക്കിയ N90. ഫോണുകളിൽ മികച്ച ഫോട്ടോഗ്രാഫി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഈ ഫോൺ അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ഡിസൈനും ക്യാമറയുമുള്ള ഫോൺ എന്ന നിലയിൽ യൂറോപ്യൻ മീഡിയ ഫോൺ ഓഫ് ദി ഇയർ 2005 അവാർഡും നേടിയിരുന്നു. 2 മെഗാ പിക്സൽ വരുന്ന കാൾ സൈസ് ക്യാമറ. നോക്കിയ ഫോണുകളിൽ ആദ്യമായി കാൾ സൈസ് ലെൻസ് ഉൾപ്പെടുത്തിയത് N90യിലാണ്. ലോകത്താദ്യമായി കാൾ സൈസ് ലെൻസ് വരുന്നതും ഈ ഫോണിൽ തന്നെയാണ്. ഒരു ട്രാൻസ്ഫോമർ പോലെ മടക്കാനും തിരിക്കാനും ഒക്കെ കഴിയുന്ന ക്യാമറ സംവിധാനം. ട്വിസ്റ്റ് ആൻഡ് ഷൂട്ട് എന്നാണ് നോക്കിയ ഇതിനെ വിശേഷിപ്പിച്ചത്. 270 ഡിഗ്രി വരെ തിരിക്കാൻ സാധിച്ചിരുന്ന 2.1 ഇഞ്ച് വരുന്ന TFT LCD മെയിൻ ഡിസ്പ്ലേയോടൊപ്പം ഒരു കളർ ആക്റ്റീവ് മാട്രിക്സ് സ്ക്രീനും ഇതിന്റെ പ്രത്യേകതയായിരുന്നു. ഫോണിന്റെ വലിപ്പവും അതേപോലെ ഭാരവുമൊക്കെ അക്കാലത്ത് ചില വിമർശനങ്ങൾക്ക് വിധേയമായി. എങ്കിലും മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയുടെ അടിത്തറ പാകിയ ഫോണുകളിൽ ഒന്നാണ് നോക്കിയ N90. ഇന്നത്തെ ക്യാമറ ഫോണുകളുടെ പൂർവികൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. 3G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യായിരുന്ന ഈ ഫോണിൽ ഫയൽ ഷെയറിങ്ങിനൊക്കെയായി ബ്ലൂടൂത്ത് വെർഷൻ 1.2 പിന്നെ കമ്പ്യൂട്ടറുമായൊക്കെ കണക്ട് ചെയ്യാൻ നോക്കിയയുടെ പോപ്പ് പോർട്ടും ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഫോൺ ഉപയോഗിച്ച അധികം ആളുകളും നേരിട്ടിരുന്ന ഒരു പ്രശ്നം അത് ഇതിന്റെ ബാറ്ററി തന്നെയായിരുന്നു. 760 mAh മാത്രം ശേഷിയുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററി. പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്ന അവസ്ഥ. എന്നിരുന്നാലും കൗതുകമുണർത്തുന്ന ഇതിന്റെ ഡിസൈൻ ആളുകൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ചർച്ചകൾക്ക് വഴിവെക്കാത്ത ഇക്കാലത്തെ ഡിസൈൻ അപാരതകൾക്ക് മുന്നിൽ ഇവൻ എന്നും തലയുയർത്തി തന്നെ നിൽക്കും നോക്കിയ N90.